ഹായ്, നമ്മളിന്ന് ഹെൽത്ത് ഇൻഷുറൻസിൽ നമുക്കറിയാത്ത ഒരുപാട് കാര്യങ്ങളുണ്ട്. നമുക്ക് ബെനിഫിറ്റ് ഉള്ള ഒരുപാട് കാര്യങ്ങളെ കുറിച്ചാണ് നമ്മൾ സംസാരിക്കാൻ പോകുന്നത്. ഒന്നാമത്തെ കാര്യം ടോപ്പ് പ്ലാനുകൾ. അതിനെക്കുറിച്ച് അധികം ഏജൻസ് ആരും പറയില്ല. നമുക്ക് ഒരു കസ്റ്റമറെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് ബെനിഫിറ്റ് കിട്ടുന്ന ഒരു പ്ലാനാണ്. അതായത് നമ്മളൊരു കമ്പനിയിൽ വർക്ക് ചെയ്യാണ്, നമുക്ക് സമ്മർഷീഡ് വളരെ കുറവാണ്, ചിലപ്പോൾ 3 ലക്ഷം കാണുള്ളൂ, 2 ലക്ഷം കാണുള്ളൂ, അല്ലെങ്കിൽ നമ്മൾ പുറത്ത് എവിടെയെങ്കിലും ജോലി ചെയ്യാണ്. നമുക്കിപ്പോൾ ആ ഒരു കമ്പനിയുടെ ഒരു ബെനിഫിറ്റ് ഉള്ളൂ, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഗവൺമെന്റിന്റെ പ്രയോറിറ്റി നമുക്ക് ഉള്ളൂ എന്നുണ്ടെങ്കിൽ നമുക്ക് ടോപ്പ് പ്ലാനുകൾ സജസ്റ്റ് ചെയ്യാം. അതായത് 5 ലക്ഷം രൂപ, 10 ലക്ഷം രൂപ, 3 ലക്ഷം രൂപ, ഇതെല്ലാം ഡിഡക്റ്റബിൾ എമൗണ്ട് ആക്കി വെച്ചിട്ട് അതിന് മുകളിലേക്ക് വരുന്ന എല്ലാ ക്ലെയിമുകളും ഈ അടുത്ത കമ്പനി ക്ലെയിം ചെയ്യും. ആ രീതിയിലുള്ള പ്ലാനുകളാണ് സൂപ്പർ ടോപ്പ് പ്ലാനുകൾ. ഇതിന്റെ ബെനിഫിറ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് 1 കോടി രൂപയ്ക്കൊക്കെ നമുക്ക് ആകെ ചെലവാകുന്ന ഒരു 6000 രൂപ അല്ലെങ്കിൽ 5000 രൂപ നമ്മുടെ ഏജ് അനുസരിച്ച് നിസ്സാര പൈസയ്ക്ക് വലിയൊരു സമ്മർഷീഡ് നമുക്ക് കിട്ടും. അതായത് ബേസ് പോളിസി, അതായത് ഏറ്റവും കൂടുതൽ നമുക്കൊരു വർഷത്തേക്ക് ആവശ്യം വരുന്ന എല്ലാ ക്ലെയിമും നമ്മുടെ ആദ്യത്തെ കമ്പനി ചെയ്യും. അതിന് മുകളിലേക്ക് വരുന്ന എല്ലാ തുകയും ഈ കമ്പനി എടുക്കും. ഈ കമ്പനി നമ്മൾ 5 വർഷം തുടരുകയാണെന്നുണ്ടെങ്കിൽ, അതായത് നമ്മളിപ്പോൾ നിലവിൽ വർക്ക് ചെയ്യുന്ന കമ്പനിയിൽ നമുക്ക് ഇൻഷുറൻസ് ഉണ്ട്, അത് 2 ലക്ഷം 3 ലക്ഷം നമുക്ക് പ്രീമിയം ഇതുള്ളൂ, സമ്മർഷീഡ് ഉള്ളൂ എന്നുണ്ടെങ്കിൽ നമ്മൾ ടോപ്പ് പ്ലാൻ എടുത്തു കഴിയുമ്പോൾ 5 വർഷം നമ്മളിത് തുടർന്ന് കഴിയുമ്പോൾ നമുക്ക് അടുത്ത ഒരു ബേസ് പോളിസി ഈ കമ്പനിയിൽ നിന്ന് എടുക്കാം. ഇതേ സീനിയോറിറ്റിയോട് കൂടി നമ്മുടെ മുഴുവൻ ഏറ്റവും ഹെൽത്ത് ഇൻഷുറൻസിന്റെ ഏറ്റവും വലിയ ഗുണം നമുക്ക് ക്ലെയിം വന്നാലും വന്നില്ലെങ്കിലും നമ്മൾ ആ പ്രൊട്ടക്ഷന്റെ ഉള്ളിലായിരിക്കും. നമുക്ക് ഇതിനെക്കുറിച്ചുള്ള ഫുൾ ഡാറ്റ ഉണ്ടാവും. നമ്മൾ ഹെൽത്ത് ഇൻഷുറൻസ് ഏതെങ്കിലും കമ്പനി എടുത്തിട്ടാൽ നമുക്കൊരു ഗുണം, നമുക്ക് എന്ത് അസുഖം വന്നാലും മുഴുവൻ പ്രൊട്ടക്ഷനും ഈ ഒരു പ്ലാൻ നമുക്ക് ചെയ്തു തരും. അത് നമുക്ക് വേറൊരു കമ്പനിയിലേക്ക് പോർട്ടബിളേറ്റ് ചെയ്താലും നമ്മുടെ സീനിയോറിറ്റി നഷ്ടപ്പെടില്ല. നമ്മളൊരു അസുഖം വന്നതിന് ശേഷം ഇൻഷുറൻസ് എടുക്കാൻ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഇൻഷുറൻസ് കിട്ടില്ല. അതേസമയം നമ്മൾ ചെറിയ എമൗണ്ടിന് ഒരു ഇൻഷുറൻസ് എടുത്തിട്ടാൽ നമുക്ക് ഒരു 5 വർഷം കഴിഞ്ഞ് കഴിയുമ്പോൾ നമുക്ക് ആ ബേസ് പോളിസിയോട് കൂടി നമ്മളിപ്പോൾ പുറത്ത് വർക്ക് ചെയ്യാണ്, നാട്ടിൽ വന്നു കഴിയുമ്പോൾ നമുക്ക് ആ സീനിയോറിറ്റിയോട് കൂടി ഈ പ്ലാനിൽ നമുക്ക് തുടരാൻ പറ്റും. നമുക്ക് ജോലി റിട്ടയർ ചെയ്താലും നമുക്ക് ബേസ് പ്ലാൻ എടുക്കാതെ തന്നെ ഈ ഒരു സീനിയോറിറ്റിയോട് കൂടി നിലവിലുള്ള പ്ലാൻ കണ്ടിന്യൂ ചെയ്യാൻ പറ്റും. അങ്ങനെ നിരവധി ഓഫറുകൾ, അതേപോലെ ആക്സിഡന്റ് പ്ലാനുകൾ, നമുക്കൊരു ദിവസം നമ്മൾ ജോലിക്ക് പോകാൻ പറ്റില്ല, അതിന്റെ കോമ്പൻസേഷൻ ആയിട്ടുള്ള തുക 5000 1000 രൂപയും കിട്ടുന്ന രീതിയിൽ ഒരു റൈഡർ, നമുക്ക് അതിനു വേണ്ടി ആകെ ചിലവാകുന്നത് ചിലപ്പോൾ 500-600 രൂപയായിരിക്കും. അപ്പൊ ചെറിയ ചെറിയ റൈഡറുകൾ ആഡ് ചെയ്ത് നമുക്ക് ഒരുപാട് ബെനിഫിറ്റ് കിട്ടുന്ന പ്ലാനുകൾ ഇപ്പോൾ ഹെൽത്ത് ഇൻഷുറൻസിൽ നിലവിലുണ്ട്. അതിൽ ഏറ്റവും നമുക്ക് ഉപകാരപ്പെടുന്നത് ടോപ്പ് പ്ലാനുകളാണ്. നമ്മുടെ സമ്മർഷീഡ് എത്ര കുറവായാലും ടോപ്പ് പ്ലാനുകൾക്ക് വളരെ കുറഞ്ഞ പൈസയാവുള്ളൂ. ഫുൾ ഫാമിലി നമുക്ക് എല്ലാവർക്കും കൂടി 1 കോടിയുടെ പ്രൊട്ടക്ഷൻ ഏരി വന്നു കഴിഞ്ഞാൽ ഒരു 10000 രൂപ 9000 രൂപയുടെ നമുക്ക് ആകെ പ്രീമിയം വരുള്ളൂ. പക്ഷെ മുഴുവൻ കവറേജ് നമുക്ക് ആ ചെറിയ തുക കൊണ്ട് കിട്ടും. അങ്ങനെ നിരവധി ഫീച്ചേഴ്സ് ഇപ്പം ഉണ്ട്. അപ്പൊ എന്തെങ്കിലും ഇതിനെ കുറിച്ച് കൂടുതൽ അറിയുന്നുണ്ടെങ്കിൽ താഴെ കണ്ട നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. താങ്ക് യു സോ മച്ച്.